ഐസങ്ങളുടെ ഏതപ്പോന്റെ ആദ്യത്തെ ബർത്ത്ഡേ വിഷ് ചേച്ചിയുടെ നാള് ചേച്ചിയമ്മയുടെ ചേച്ചിയമ്മ ഒരു ബർത്ത്ഡേ വിഷ് കൊടുത്ത ചെക്കനെ ആദ്യത്തെ ബർത്ത്ഡേ വിഷാണ്. കേക്ക് മുറിക്കാതപ്പോ വാ ഓടി വാ. വാടാ കേക്ക് മുറിക്കാണ് തള്ള ഡണ്ണിണ്ട കേക്ക് മുറിക്കാൻ. പതുക്കെ 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 ഇവിടെ 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 ചേട്ടന് കൊടുക്ക് ചേട്ടന് കൊടുക്ക് ചേട്ടനോട് കേക്ക് കട്ട് ചെയ്യാൻ വരാൻ പറ. ഇപ്പുറത്തോ എനിക്ക് ഈ സൈഡ് ഇതാണ് കേക്ക്. പറയുമ്പേട്ടാ ഹാപ്പി ബർത്ത്ഡേ നിനക്കാണ് തന്നത്. ചേച്ചി കൊടുക്ക് ചേച്ചി കൊടുക്ക് അവരുടെ വായിലേക്ക് ചേച്ചി കൊടുക്കണ ഇതിപ്പോ ചേച്ചി കൊടുക്കും ചേച്ചമ്മക്ക് പിന്നെ കൊടുക്കും കൊടുക്കങ്ങോട് കൈമെന്നാവാൻ പാടില്ല. മതിയാ വാങ്ങണ്ടേ വാങ്ങിയത് വാങ്ങിയാ ഇത് കഴിച്ചോക്ക് വാങ്ങിച്ചോക്ക്. കൈകൊണ്ട് വാരി പപ്പയ്ക്ക് അമ്മയ്ക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത് കിട്ടില്ല കൈകൊണ്ട് എന്തായാലും കിട്ടൂല. ആ കൈകൊണ്ട് കിട്ടില്ല. കൈമൊന്നും ആക്കില്ല. ഒരു മണി കത്തി വെച്ചെടുത്തിട്ട് പപ്പയ്ക്ക് അമ്മയ്ക്ക് തന്നാ കത്തി പിടിച്ചോ. വായ വെച്ചോ അമ്മയ്ക്ക് വായ വെച്ചോ. പിടി കത്തി പിടി. പപ്പയ്ക്ക് വായ വെച്ചു കത്തി പിടി. ഞാൻ വാങ്ങി. ഇനി അമ്മയ്ക്ക് കത്തി കൊണ്ട് ഇച്ചിരി തരും. അമ്മയ്ക്ക് ക്രീം വേണ്ടടാ. അമ്മയ്ക്ക് കേക്ക് പോഷൻ മതി. ഇത് മതി ഇത് മതി ഇത് മതി. മാങ്ങ കൂടെ തിന്നല്ലോടാ. അമ്മാമ്മയ്ക്ക് കൊടുക്ക്. നീ അമ്മാമ്മയ്ക്ക് കൊടുക്ക്. ബാ കൊച്ചു തരും അമ്മാമ്മയ്ക്ക് ക്രീം കൊടുക്ക്. പിടിക്ക് പിടിക്ക് അമ്മാമ്മയ്ക്ക് കൊടുക്ക്. പൊന്നു പൊന്നിന്റെ എല്ലാം നീ തോണുവിന് കൊടുത്താ അങ്ങനെ അനുചേച്ചിക്ക് ബർത്ത്ഡേ സെലിബ്രേഷനിൽ കൂടാൻ പറ്റാത്ത കാരണം ചേച്ചി വന്ന് നേരത്തെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ അങ്ങനെയായിരിക്കും കേട്ടോ. ഞങ്ങൾ പോലും അറിയാണ്ട് ചേച്ചി കേക്കൊക്കെ വാങ്ങി. അതും ചേച്ചി വാങ്ങുന്ന കേക്കിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതായത് വെറൈറ്റി കേക്കുകളെ വാങ്ങിക്കൊണ്ട് വരുള്ളൂ കേട്ടോ. ഇനി ശരിക്കുള്ള കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കേക്ക് വാങ്ങാൻ ഞാനും ചാച്ചനും കൂടി ഇറങ്ങിയിട്ടാ. അപ്പോൾ അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ക്രീമുള്ള കേക്കൊന്നും വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് ചീസ് കേക്കാണ് കേട്ടോ ഇത്തവണ വാങ്ങണത്. അപ്പോൾ അതിൽ എഴുതാനായിട്ടുള്ളതൊക്കെ ചാച്ചന് എഴുതി കൊടുത്തു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒന്ന് വിശന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചീസ് ബൺ ഉണ്ടായിരുന്നു, അതും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചാച്ചൻ അതും വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തു. പിന്നെന്താ നമ്മൾ മറ്റേ നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്യാൻറ്റീനിൻ്റെ. അങ്ങനെ നമ്പറും വാങ്ങിച്ചു. പിന്നെ ക്യാപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവന്മാരെന്തായാലും പ്രത്യേകിച്ച് ഇതമോൻ എന്തായാലും തലയിൽ വെക്കാൻ പോകുന്നൊന്നുമില്ല. അപ്പോൾ വെറുതെ അത് വാങ്ങി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്യാപ്പ് വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ കേക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ നെസ്റ്റോയിലേക്കാണ് കേട്ടോ വന്നത്. ബർത്ത്ഡേ ഇതമോൻ്റെ ആണ് എന്നുണ്ടെങ്കിലും ഗിഫ്റ്റ് വാങ്ങൽ 2 പേർക്കും കൂടി ഒരുമിച്ച് വാങ്ങുള്ളൂ കേട്ടോ. അതിപ്പോൾ ഡോണിൻ്റെ ബർത്ത്ഡേക്ക് ആയാലും ഏതമോനും ഉണ്ടാവും ചെറിയൊരു ഗിഫ്റ്റ്, ഏതമോൻ്റെ ബർത്ത്ഡേക്ക് ആണെങ്കിൽ ഡോണുവിനും ഉണ്ടാവും ചെറിയൊരു ഗിഫ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് വാങ്ങിയാലും ഇവന്മാർക്ക് ഒരേപോലത്തെ വാങ്ങാറുള്ളൂ. അപ്പോൾ ഇത്തവണ ഈ ടോയ് വാങ്ങിയപ്പോഴും ഒരേപോലത്തെ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്.
കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കളർ മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ എന്താ യെല്ലോ ഏതമോനും മറ്റേ പർപ്പിള് ഡോണുവിനും എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പോലും അവിടെ ചെന്ന് കഴിയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അത് എന്ത് സാധനം വാങ്ങിക്കൊടുത്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഏകദേശം ബലൂണൊക്കെ വീർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അലിസ്റ്റർ ബ്രോ ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും ഒരേപോലത്തെ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. രാജൻ്റെ അടുത്ത് എൻ്റെ ഗിഫ്റ്റിൻ്റെ കവറൊന്നും എടുത്തിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജൻ പോയിട്ട് അനു ചേച്ചി കൊണ്ടുവന്ന ഗിഫ്റ്റിൻ്റെ കവറാണ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് അനു ചേച്ചി ഇവർക്ക് കൊണ്ടുവന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അവസാനം ഞാൻ തന്നെ റൂമിൽ പോയിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എടുത്തിട്ട് വന്നേക്കാണ്. അപ്പം ഞാൻ ഇവർ രണ്ടുപേർക്കും കൂടി ഒരേപോലത്തെ ഡ്രസ്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഷർട്ടും ട്രൗസറും. അപ്പം അതാണ് ഇന്ന് ബർത്ത്ഡേക്ക് ഇടിയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ നിന്നതുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തേ കവർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കോളിംഗ് ബെല്ല് അടിച്ചു കേട്ടോ. അപ്പോൾ അത് ആദ്യമായിരുന്നു അച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിപ്പം അങ്ങോട്ട് ഓടിയതാണ് കേട്ടോ. ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഫേവറേറ്റ് ഡ്രിങ്ക് വേറെ ഒന്നുമല്ല അവക്കാഡോ ഷേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ആഹ്ലാദ പ്രകടനമാണ് ഈ കാണുന്നത്. അവനറിയാം ഇവർക്കിത് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്, അതുകൊണ്ടാണ് അവൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മളതേ സെലിബ്രേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ വേറെ ആരും അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലാണ് കേട്ടോ നിന്നത്. അപ്പോൾ ഞാൻ ചാച്ചൻ്റെ അടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് നിൽക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഈ ഫോട്ടോ നിൽക്കുമ്പോൾ ഫോട്ടോസ് പോസ് ചെയ്ത് നിൽക്കാനായിട്ട് ഓരോ സൈഡുകൾ ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഈ സൈഡിൽ നിന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ചാച്ചൻ്റെ അടുത്ത് അപ്പുറത്തെ സൈഡിൽ നിൽക്കാൻ പറഞ്ഞു കേട്ടോ. പാവം മനുഷ്യനെ അപ്പോഴത്തേക്കും ഡോണുവിനെയും പൊക്കി പിടിച്ചിട്ട് അങ്ങോട്ട് നീങ്ങി നിന്ന് അപ്പോഴത്തേക്ക് ഡോണുവിൻ്റെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇനി കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇവരെ ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ആ കേക്ക് തുറക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിലും മൊത്തത്തിൽ അങ്ങ് കൊളാക്കും. അങ്ങനെ അവരുടെ ഇരിപ്പൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാനും ചാച്ചനും കേക്ക് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. രണ്ടുപേർക്കും ഭയങ്കര ത്വര പിടിച്ചിരിക്കുകയാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേക്കൊക്കെ പുറത്തെടുത്ത് വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ഫ്രെയിം വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ കിട്ടണ ചാൻസ് മിസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അതിൻ്റെ ഇടയിൽ എടുത്തിട്ടാ. ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുടി ശരിയായോ ദൈവമേ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടത് കുറഞ്ഞു പോയല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലായിരുന്നു എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതേ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ നമ്മളിതേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. Happy birthday, Aiden. Happy birthday, Aiden. Happy birthday to you. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതേ അമ്മാമ്മയ്ക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് തന്നെ ഡോണുവിൻ്റെ ഗിഫ്റ്റ് കൊടുക്കാണ്ട് ചേട്ടന്. ഡോണുവിൻ്റെ ഗിഫ്റ്റ് ഒരു സൂപ്പർമാൻ്റെ ഒരു സ്റ്റാറ്റി പോലത്തെ ഉണ്ട്. അപ്പോൾ കേക്ക് കൊടുക്കാൻ വിളിച്ച അമ്മ അവിടെ നിന്ന് ശശിയായിട്ട്. അപ്പം ഞാൻ തന്നെ അമ്മയുടെ വായിൽ വെച്ച് കൊടുത്തേ. ഏത് മോനാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും വേണ്ട കേട്ടോ. എന്തായാലും എല്ലാവരുടെയും ഗിഫ്റ്റിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡോണുവിൻ്റെ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അതും പിടിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു കുറേ നേരത്തേക്ക്. അത് തന്നെയായിരുന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ചേട്ടന് അനിയനൊക്കെ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ചേട്ടൻ്റെ അനിയൻ്റെ സ്നേഹപ്രകടനങ്ങളായിരുന്നു കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കേക്ക് കൈമായി കഴിഞ്ഞപ്പോൾ അത് തുടക്കിയെന്നും പറഞ്ഞിട്ട് പൊക്കി പിടിച്ചിരിക്കുകയുണ്ടോ. അങ്ങനെ അതേ ഐഷ ഓൾറെഡി ഗിഫ്റ്റ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയൊരു JCB ആയിരുന്നു രണ്ടുപേർക്ക്. അതിനുശേഷം ആ പാപ്പയും അമ്മയും കൂടി ഇതേ ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാപ്പയും അമ്മയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും കൂടി ഗോൾഡിൻ്റെ മോതിരം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് മറന്നുപോയി. വീട്ടിലെവിടെയും ഇരിപ്പുണ്ട്, തെമ്പുരാനറിയാം എവിടെ വെച്ചേക്കണേന്നുള്ളത്. അങ്ങനെ ആ ഓട്ടത്തിനും തിക്കിനും തിരക്കിനും ഇടയിൽ അത് എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടാ. അങ്ങനെ അതേ ഗിഫ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേ അഞ്ജുവിൻ്റെ വക ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കുറേ കളർ പെൻസിലുകൾ ഉണ്ടായിരുന്നു, ഡ്രോയിങ് ബുക്ക് ഉണ്ടായിരുന്നു, പിന്നെ എയ്റോപ്ലെയിൻ ഉണ്ട്, ജെറ്റ് ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിലായിരുന്നേ. അതിന് മുമ്പ് ചാച്ചൻ്റെ വക ഉള്ള ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണത്തിനോടും കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നിപ്പാണ് ഈ നിൽക്കണത് കേട്ടോ. അപ്പോൾ പപ്പയുടെ വകയുള്ള ഗിഫ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിയാണ് രണ്ടു പേർക്കും ഉള്ളത്. കുറേ നേരം ആ ബോക്സ് ഇരിക്കണ കണ്ടിട്ട് തുറക്കെന്നും പറഞ്ഞിട്ട് ഇരിക്കണേ, വെപ്രാളം കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ബ്ലൂ ചെയ്തപ്പിനും യെല്ലോ ഒന്നും തോന്നുന്നുണ്ട്. അതെ, യെല്ലോ ഡോണുവിനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവന്മാരുടെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവർ എക്സ്ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഇന്ന കളർ നിനക്കാണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പപ്പയുടെ വകയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കേട്ടോ.
ഡോണുവിൻ്റെ സൈക്കിൾ ഓൾറെഡി ചേട്ടന് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സൈഡിലിരിക്കുന്ന ബ്ലൂ സൈക്കിളില്ല, അത് ഏതപ്പിന് വാങ്ങിയപ്പോൾ തന്നെ ഡോണുവിനും ഒരു റെഡ് സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഹാൻഡിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഡോണുവിന് എന്ത് ചെയ്ത വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടന് വാങ്ങുമ്പോൾ എന്തായാലും ഡോണുവിനും കൂടി വാങ്ങാം എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മളിത് ഇത് 2 പേർക്കും കൂടി ഒരേപോലത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ എളുപ്പത്തിൽ തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെക്കന് സാധനം കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ട്. ഡോണുവിൻ്റെ ചിരി കണ്ടില്ലേ, മുഖത്തുനിന്ന് ചിരി അങ്ങ് മായണേ ഇല്ല, അത്രയും സന്തോഷത്തിലാണ് ആളിരിക്കണേ. അടുത്തത് ഇനി ചേട്ടൻ്റെ ഗിഫ്റ്റാണ് പൊട്ടിക്കണേ കേട്ടോ. ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഡോണു അങ്ങനെ ഇരിക്കണ കണ്ടിട്ട് ദൈവമേ എൻ്റെ ഒന്ന് വേഗം പൊട്ടിച്ചിരുന്നെങ്കിൽ എന്നുള്ള മൈൻഡ് സെറ്റിലാണെന്ന് തോന്നുന്നുണ്ട്. ആൾക്കും ഒരു ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. അങ്ങനെ ദേ ചാച്ചൻ അവൻ്റെയും കട്ട് ചെയ്ത് ശരിയാക്കി കൊടുക്കാണ്ടാ. അപ്പോൾ ദേ യെല്ലോ ആണ് ഏതപ്പൻ്റെ ഇത്. ഡോണുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറ് ബ്ലൂ ആണ് കേട്ടോ. അവനാകെ അറിയാവുന്ന കളറ് ബ്ലൂ, ഗ്രീൻ, റെഡൊക്കെയാണ്. പക്ഷെ എപ്പോഴും എന്തുണ്ടെങ്കിലും പറയണത് ബ്ലൂ 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 എന്നാണ് കേട്ടോ. ഏതമോനെ അവിടെ കവർ ഇങ്ങനെ എടുക്കണുള്ളൂ എന്നുണ്ടെങ്കിലും അവൻ്റെ നോട്ടം ഫുള്ള് ഡോണുവിൻ്റെ വണ്ടിയുമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും ഇത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഞാൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഡോണു ആണെന്നുണ്ടെങ്കിൽ ദൈവമേ എന്തൊക്കെയാണ് അതുമ്മ കാട്ടിക്കൂട്ടണേന്ന് എനിക്കറിയാൻ പാടില്ല. അവനൊരു ത്വര പിടിച്ച പോലെയാണ് ഓരോന്നോരോന്ന് കാണിച്ചു കൂട്ടണേ കേട്ടോ. അങ്ങനെ 2 പേരുടെയും വണ്ടിയൊക്കെ ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട്. 2 പേരും പിന്നെ വണ്ടി ഓടിച്ച് തന്നെയായിരുന്നു കളി കേട്ടോ. നമ്മൾ ഓൾറെഡി ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ചാടണം. പക്ഷെ ആ സമയത്ത് തന്നെ ഈ വണ്ടിയും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ഇവന്മാർ പിന്നെ വരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇതേ പപ്പയ്ക്ക് ഉമ്മയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവന്മാർ ഇതിൽ നിന്ന് എണീപ്പിച്ചിട്ട് നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകണം. കുറച്ച് നേരത്തേക്ക് എന്തായാലും ഇവരൊന്ന് എണീക്കില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം, അതായത് ഈ ബലൂണും ഇതൊക്കെ കേക്കൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഇവരപ്പോഴത്തേക്കും ഇതിൽ നിന്ന് മാറ്റാമെന്നുള്ള ധാരണയിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ പറഞ്ഞ് അതൊക്കെ അവിടെ വെപ്പിച്ചിട്ട് നമ്മൾ നേരെ ദേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഡോണു ആണെന്നുണ്ടെങ്കിൽ ദേ ടേബിളുമ്മ കയറി ഇരിപ്പുണ്ട്. ഏതുമോനാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ചെയർമേ ഇരിപ്പുണ്ട് കേട്ടോ, അതേ ഇരിക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണമായിരുന്നേ. അപ്പോൾ ചാച്ചനാണെന്നുണ്ടെങ്കിൽ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനും പപ്പയും അമ്മയും ഒക്കെ കൂടി അലിസ്റ്റർ ബ്രോയും കൂടി അൽഫാമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബിരിയാണി എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചാച്ചൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും എന്ത് ചെയ്തു, അതിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങ് എടുത്തു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നേരത്തെ അവിടെ ഒരു ചെറിയൊരു എക്കോറി ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു മീനെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് 2 പേരും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതമോൻ്റെ ബർത്ത്ഡേ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ അടുത്ത വിശേഷം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.